ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ത്യക്കാർക്ക് ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ വിസ കൊടുക്കുന്ന ഒരു 7 രാജ്യങ്ങളെ പറ്റിയിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 രാജ്യങ്ങൾ, എങ്ങനെ നമുക്ക് അവിടെ ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ വിസ കിട്ടും എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ 7 കൺട്രീസ് അല്ല, അതിൽ കൂടുതൽ കൺട്രീസ് ഉണ്ട്. എന്നാലും നമ്മൾ ഇന്ത്യക്കാർക്ക് പോയാലൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന, അതായത് സാലറി, പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് എല്ലാം ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു 7 കൺട്രീസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് 3 തരത്തിലാണ് ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് പല കൺട്രീസും വിസ കൊടുക്കുന്നത്. അതിലൊന്ന് തന്നെ, ഒന്നാമത്തെയാണ് നമ്മുടെ ഓസ്ട്രേലിയയുടെ വർക്കിംഗ് ഹോളിഡേ വിസ, അല്ലെങ്കിൽ UK YPS വിസ. ഇതിലൊക്കെ തന്നെയും നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ മുൻകൂറായിട്ട് വേണ്ട. നമ്മൾ വർക്കിംഗ് ഹോളിഡേ വിസയിലേക്ക് ബാലറ്റിലേക്ക് ആപ്ലിക്കേഷൻ ഇടുന്നു, അല്ലെങ്കിൽ YPS ആപ്ലിക്കേഷൻ ഇടുന്നു. നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയി ജോലി തിരയാനും, ഏത് ജോലി വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കാറ്റഗറിയിലുള്ള വിസയ്ക്ക് നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്ററിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് PR കിട്ടി, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ PR കിട്ടി നമ്മൾ പോകാൻ പറ്റുന്നത്. കാനഡ പോലുള്ള കൺട്രീസിലേക്കൊക്കെ നമുക്ക് PR കിട്ടിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അങ്ങനെയും ഒരു ടൈപ്പ് കാര്യങ്ങളുണ്ട്. അവിടെയും നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ മുൻകൂറായിട്ട് വേണ്ട. പിന്നെ ഉള്ളതൊരു ജോബ് സീക്കർ വിസയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജർമ്മനിയൊക്കെ പോലെ തന്നെയുള്ള കൺട്രീസ് ജോബ് സീക്കർ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബ് തിരയാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാം. അപ്പം ഏതൊക്കെയാണ് ആ 7 കൺട്രീസ് എന്ന് ഞാൻ പറയാം. അപ്പം നമ്മുടെ ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് വരുന്നത് ഓസ്ട്രേലിയയാണ്. എന്തുകൊണ്ട് ഓസ്ട്രേലിയ 7ാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയ കുറച്ച് വിസ കാറ്റഗറി, അതായത് കുറച്ച് വിസാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഓസ്ട്രേലിയ വർക്കിംഗ് ഹോളിഡേ വിസ, പിന്നെ മെയ്റ്റ്സ് വിസ, അങ്ങനെ കുറച്ച് വിസ നമുക്ക് നൽകുന്നുണ്ട്. അതിനൊക്കെ തന്നെയും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയ ഗവൺമെൻറ് തരുന്നത്, വർക്കിംഗ് ഹോളിഡേ വിസയിലൂടെ തരുന്നത് 1000 വിസാസാണ് ഒരു വർഷം. അതുപോലെ തന്നെ മെയ്റ്റ്സ് വിസയിലൂടെ തരുന്നത് 3000 വിസയാണ്. അപ്പം ഈ ഒരു 60,000 ഇന്ത്യൻസ് ഒരേ സമയത്ത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരേ സമയത്ത് 1000 വിസാസയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിസാസൊക്കെ തന്നെയും റിജക്റ്റ് ആയിപ്പോവും. ഈ കാറ്റഗറിയിലുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മുൻകൂറായിട്ടൊരു ജോബ് ഓഫർ ലെറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ബാലറ്റിലേക്ക്, അല്ലെങ്കിൽ വർക്കിംഗ് ഹോളിഡേ വിസയുടെ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ, നമുക്ക് അവരുടെ രാജ്യത്തേക്ക് ഒരു വിസിറ്ററെ പോലെ തന്നെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കണ്ടുപിടിക്കുകയും അവിടെ ആ ജോലി ചെയ്യാവുന്നതുമാണ്. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയ 7ാം സ്ഥാനത്ത് പറഞ്ഞത്. നമ്മുടെ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് വരുന്നത് UK ആണ്. UK എന്ന് പറഞ്ഞാൽ UK ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ്, ഇന്ത്യൻസിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിസയാണ് YPS കാറ്റഗറി എന്ന് കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യത്തേക്കാർക്കെല്ലാം യൂത്ത് മൊബിലിറ്റി എന്ന് പറയും. നമ്മളെ ഇന്ത്യൻസിന് യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയും. അതും ഒരു 1000 വിസയാണ്, ബാലറ്റ് വിസയാണ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് UK ഗവൺമെൻറ് തരുന്നത്. ആ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്ത് അവർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സെലക്റ്റഡ് ആവുന്ന ആളുകൾക്ക് UK പോവുകയും ജോലി അന്വേഷിക്കുകയും, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി അന്വേഷിക്കുകയും ജോലി ചെയ്യാവുന്നതും ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5ാമതായി വരുന്നത് UAE ആണ്. UAE ഒരുപാട് ആളുകൾക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഇപ്പോഴും പല മേഖലകളിലായിട്ട് UAE-ലുണ്ട്. അപ്പം UAE-ലും നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ നമുക്ക് UAE-ൽ പോവുകയും ഒരു ജോബ് കണ്ടുപിടിക്കുകയും, നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ജോലി കിട്ടുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് UAE. UAE-ൽ അങ്ങനെ പോകാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് വിസയാണ് നമ്മുടെ വിസിറ്റിംഗ് വിസ. വിസിറ്റിംഗ് വിസയിൽ നമുക്ക് UAE-ൽ 3 മാസ കാലയളവിൽ തന്നെ, അതായത് 90 ഡേയ്സ് കാലയളവിൽ തന്നെ നമുക്ക് UAE-ൽ നിൽക്കുകയും ഒരു ജോബ് കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ദുബായിയെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡു ചെക്ക് ദാറ്റ്. നമ്മുടെ ലിസ്റ്റിൽ 4ാമതായി വരുന്നത് സ്വീഡനാണ്. അപ്പം സ്വീഡനെ പറ്റിയിട്ട് അധികം ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. സ്വീഡനിലും നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അവിടെയും ജോബ് സീക്കർ വിസ സ്വീഡിഷ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ അത്ര എളുപ്പമല്ല. കുറച്ചും കൂടെ ഒരു റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സ്വീഡനിൽ വരുന്നുണ്ട്. അതായത്
നമുക്ക് ജോബ് സീക്കർ വിസയിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് മാൻഡേറ്ററി ആയിട്ട് കാണിക്കണം. ഏകദേശം ഒരു 13,000 യൂറോ നമ്മൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു 4 ഇയർ ഓഫ് ബാച്ചിലേഴ്സ് സ്റ്റഡീസ്, അതായത് നമ്മൾ ഡിഗ്രിക്ക് ഒരു 4 ഇയർ ഓഫ് സ്റ്റഡീസ് വേണം. ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു 16 ഇയർ ഓഫ് സ്റ്റഡീസ് നമുക്ക് മൊത്തത്തിൽ വേണം. ഒരു 3 ഇയർ ഡിഗ്രി അവർ അക്സെപ്റ്റബിൾ അല്ല, ഒരു 4 ഇയർ മാൻഡേറ്ററി ആണ്. അതും ഒരു റിക്വയർമെൻ്റ് ആണ് സ്റ്റുഡൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റിൽ ഒരു ജോബ് സീക്കർ വിസ കിട്ടണമെങ്കിൽ തന്നെ, ജോബ് സീക്കർ വിസയിലൂടെ പോകണമെങ്കിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു മേഖലകളിൽ തന്നെ നമ്മൾ ജോബ് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനും നമുക്ക് കിട്ടിയ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. നമുക്കൊരു ജോബ് സീക്കർ വിസയിലൂടെ തന്നെ പോയിട്ട് നമുക്ക് അവിടെ ഒരു വർക്ക് വിസയിലായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഓസ്ട്രിയ ആണ്. ഓസ്ട്രിയയും ഇതുപോലെ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയ ഗവൺമെൻറ് പല തരത്തിലുള്ള ജോബ് സീക്കർ വിസാസ് ഇന്ത്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയും കുറച്ച് എലിജിബിലിറ്റിയും അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സും വേണം. അവിടെ ഏകദേശം ഒരു 5 ഇയർ ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ജോബ് സീക്കർ വിസയിലൂടെ അവിടെ ചെന്നിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ അവിടെയും ജോബ് സീക്കർ വിസ ആയതുകൊണ്ട് തന്നെ അവിടെയും പ്രൂഫ് ഓഫ് ഫണ്ട് മാൻഡേറ്ററി ആണ്. ഏകദേശം 10,000 യൂറോസ് നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. 5 ഇയർ ഓഫ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ അവിടെ ഇതുപോലെ ഒരു നമ്മുടെ ഡിഗ്രി PGക്ക് ഇത്ര വർഷത്തെ ഒരു ഇത് അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ എലിജിബിലിറ്റിയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഓസ്ട്രിയയ്ക്ക് ഒരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ കുറച്ചും കൂടെ ഇന്ത്യൻസിന് ഈസി ആയിട്ട് അക്സസബിൾ ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. ഈ ഒരു യൂറോപ്യൻ കൺട്രിയാണ്. കുറച്ച് നാൾ മുമ്പൊക്കെ തന്നെയും ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് TRC കാർഡൊക്കെ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കൺട്രിയാണ് പോർച്ചുഗൽ. പക്ഷേ ഇപ്പോൾ അത് പോർച്ചുഗൽ ഗവൺമെൻറ് അത് നിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ പോർച്ചുഗലിൽ നമുക്കൊരു ജോബ് സീക്കർ വിസയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് മാൻഡേറ്ററി ആണ്. പറഞ്ഞ പോലെ അവിടെയും നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ജോബ് സീക്കർ വിസയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജോബൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു മാസ്റ്റർ ഡിഗ്രിയുടെ ആവശ്യമൊന്നും അവിടെ മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഇന്ത്യൻസിന് യൂറോപ്പിലേക്ക് അക്സസിബിൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കൺട്രിയാണ് പോർച്ചുഗൽ. ബാക്കിയുള്ള കൺട്രീസിനെ പോലെ ഒരുപാട് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് മാൻഡേറ്ററി ആണ്. നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോർച്ചുഗൽ ആക്സസിബിൾ ആണ്. ജോബ് സീക്കർ വിസയിലൂടെ പോയിട്ട് ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി കൺട്രി കൂടിയാണ് ഇന്ത്യൻസിന്. എല്ലാവരും പ്രതീക്ഷ പോലെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ജോബ് സീക്കർ വിസ അല്ലാണ്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ കൂടി ജർമ്മൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജർമ്മൻ എംബസി അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് നമുക്ക് ഇന്ത്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നില്ല. ഒരു A1 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ മതിയാവും. അതുപോലെ തന്നെ നമ്മളൊരു ജോബ് സീക്കർ വിസയിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ജർമ്മൻ ലാംഗ്വേജ് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജോബ് സീക്കർ വിസയിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്പൗസിനെ ഒന്നും അക്കമ്പനി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ പോകുമ്പോൾ നമുക്ക് സ്പൗസിനെ കൂടെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ ജോബ് സീക്കർ വിസയിൽ നമുക്ക് 6 മന്ത്സ് അവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 6 മന്ത്സ് വാലിഡ് ആയിട്ടുള്ളൊരു വിസയാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമുക്ക് 1 ഇയർ ഓഫ് സ്റ്റേ അവിടെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്തായാലും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജർമ്മനി ഈ ലിസ്റ്റിൽ ഒന്നാമതായി വന്നത്. 2 രീതിയിൽ നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് തന്നെ ജർമ്മനിയിൽ പോവാം. നമ്മൾ പഠിച്ചൊരു റിലവൻറ്റ് ഫീൽഡിൽ നമുക്കൊരു 2-3 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ എലിജിബിൾ ആവും, ജോബ് സീക്കർ വിസയിലും എലിജിബിൾ ആവും. നമുക്ക് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്ത് പോവാം. അവിടെയും ഒരു പ്രൂഫ് ഓഫ് ഫണ്ട് സംതിങ് ഉണ്ട്. ഒരു 5,000-6,000 യൂറോസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജർമ്മനിയുടെ ജോബ് സീക്കർ വിസ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ആ 7 കൺട്രീസ് നമുക്ക് ഇന്ത്യൻസിന് നല്ലൊരു ബെനിഫിറ്റിൽ നമുക്ക് ജോബ് ഓഫർ ലെറ്റർ ഇല്ലാണ്ട് വിസ നൽകുന്ന ഒരു 7 കൺട്രീസ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക. അപ്പം ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.